വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. നോക്കിയേ, നമ്മൾ ദൈവത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ്, ആകാശത്തിനും ഭൂമിക്കും അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് ആരെ അറിയായിരുന്നു? എന്നെ അറിയായിരുന്നു. എന്തൊരു അത്ഭുതം ഇതില്ല. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകം എന്തൊരു ചവറ. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം യേശുക്രിസ്തുവിൽ കൂടെ എന്നെ കണ്ടിരുന്നു. കാരണം അപ്പം ദൈവത്തിനെല്ലാം മുന്നറിവുണ്ടല്ലോ, ഇവൻ പാപം ചെയ്യുമെന്നും അല്ലേ, ഈ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ക്രിസ്തു മുഖാന്തരമാണെന്നും ആ ക്രിസ്തുവിൽ ദൈവം എന്നെ അന്നേ തെരഞ്ഞെടുത്തത് വഴി ഞാൻ ഇന്നിവിടെ ആയിരിക്കും. അപ്പം ചോദ്യം, അപ്പം ദൈവം തിരഞ്ഞെടുക്കാത്തവർ നരകത്തിൽ പോകുമോ? എന്നെ തിരഞ്ഞെടുത്തില്ലല്ലോ. പക്ഷെ അങ്ങനല്ല, ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റി പറഞ്ഞിരിക്കുക. അവനെ വിളിച്ചതല്ലേ, സുവിശേഷം അവനെ വിളിച്ചതല്ലേ, അവൻ വന്നില്ല. അവൻ വന്നിരുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അവനും വരുമായിരുന്നു. മനസ്സിലല്ലേ? അതായത് എന്നെ തെരഞ്ഞെടുത്തത് വഴി ഞാൻ സ്വർഗത്തിൽ ചെന്നു. അപ്പൊ ഇവൻ പറയാണ് എന്നെ തെരഞ്ഞെടുത്തില്ല. എടാ, നിന്നെ വിളിച്ചതാ, തെരഞ്ഞെടുപ്പിൽ നിന്നെ വിളിച്ചതാ, നീ വന്നില്ല. ഇതായി സുവിശേഷമാണ്. സുവിശേഷം കേട്ട് വരുന്നവരെല്ലാം തെരഞ്ഞെടുപ്പിൽപ്പെട്ടവരാണ്. സുവിശേഷം കേട്ടിട്ട് പിന്മാറിപ്പോവരാനും ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നില്ല. ഇത്രയുള്ള കാര്യം. അപ്പൊ എല്ലാവർക്കും വേണ്ടിയല്ലേ ക്രിസ്തു മരിച്ചത്? അപ്പൊ എന്നെ തെരഞ്ഞെടുക്കുകയും സാറിനെ തെരഞ്ഞെടുക്കാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നീതിയുള്ള ദൈവം അല്ലല്ലോ. കാരണം നമ്മൾ രണ്ടുപേരും ആദമിന്റെ മക്കളല്ലേ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഇടവും വലം രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. ഈ കള്ളന്മാർ രണ്ടുപേരും ഓരോ സ്വഭാവക്കാരല്ലേ? ഒരു വ്യത്യാസമുണ്ടോ? ഇതാരുടെ പ്രതിനിധികളാണെന്നറിയോ? നീതിമാൻ ആരുമില്ല ഈ ഭൂമിയിലെ സകല മനുഷ്യരും പ്രതിനിധികളെ രണ്ട് കള്ളന്മാര്. എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വന്നൊരു കുറി തന്നു കഴിഞ്ഞാൽ പള്ളിക്കാരെല്ലാം കൂടെ വരത്തില്ല. നിങ്ങൾ പള്ളിയിൽ 250 കുടുംബമുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ വരത്തില്ല. രണ്ടുപേരെ നമ്മൾ ഒരിക്കൽ പറഞ്ഞ അച്ഛൻ വിളിച്ചിട്ട് പറയാട്ടെ, വിജയന്റെ മോടെ കല്യാണത്തിന് കിഴക്കേലെ തോമാച്ചനും വടക്കേലെ കീവർച്ചാനും നിങ്ങൾ രണ്ടും പോകണം. ശരി അച്ഛാ. അപ്പൊ ഈ രണ്ടുപേരെ എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഇടവക എൻ്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തു എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? അങ്ങനെ ഈ യേശുക്രിസ്തുവിന്റെ ഇടവും വലം ക്രൂശിക്കപ്പെട്ട ഈ രണ്ട് കള്ളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ സകല പാപികളുടെ പ്രതിനിധിയാണ്.